നമസ്കാരം. ഞാൻ രാഗിണി കൊടുങ്ങല്ലൂർ. കല, കായിക, സാംസ്കാരിക, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കുന്ന നമ്മളൊന്ന് ചിത്രനേരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് ചിത്രനേരം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 നമുക്ക് ഏവർക്കും സുപരിചിതയായ വർഷ വിക്രമാണ്. അപ്പോ നമുക്ക് വർഷക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ? കൈക്കുമ്പിളിൽ സർപ്പരാജനിന്നേക്ക് കിടാവിളക്കിലെ എണ്ണ അമൃതായി ഞാനത് നുകരുമ്പോഴെൻ്റെ അകമനസ്സിൽ ശാന്തി ഗംഗ അറിയാത്തൊരനുഭൂതി ഗംഗ കൈക്കുമ്പിളിൽ സർപ്പരാജനിന്നേക്ക് കിടാവിളക്കിലെ എണ്ണ. ഞാൻ കുഞ്ഞിനൊരു ഐസ്ക്രീം ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാ. ശരി, പരീക്ഷണം വിജയിച്ചാ? ഇല്ല, വിജയിച്ചില്ല. ഞാൻ തന്നെ കുടിച്ചു. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഏത് വർഷമാണ്? 2009 സീസൺ 4. അവിടുത്തെ അനുഭവം എങ്ങനെയുണ്ട്? അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു കിട്ടില്ല, അല്ല കിട്ടണം എന്നുള്ളൊരു വാശിയായിരുന്നു. കാരണം 2007 ഞാൻ ഓഡിഷന് പങ്കെടുത്തിരുന്നു. സാധാരണ അങ്ങനെ പോണവരെ ഫസ്റ്റ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പരിപാടി ഇല്ല, ഇത് പ്രോത്സാഹനമായിരുന്നു. 2007 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോഴാണ് ഈ ചാനലിലൊക്കെ പോയിരുന്നത്, ഐഡിയ സ്റ്റാർസിനും പോയിരുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഓഡീഷനൊക്കെ അപ്ലൈ ചെയ്തു. ഞാൻ ബെസ്റ്റ് 100ൽ പെട്ടു. പക്ഷെ അവിടുന്ന് 45ലേക്ക് പെട്ടില്ല. അതായത് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഓരോ റൗണ്ട് വൈസ് പോകുന്ന അതിൽ പെട്ടില്ല. അപ്പോൾ ആ ഒരു അറ്റത്തെത്തി ഔട്ടായി പോയപ്പോൾ അവിടെ സെലക്ട് ചെയ്യാണ്ട് പോയപ്പോൾ ഒരു വാശിയായിരുന്നു നെക്സ്റ്റ് ഇയറിൽ എനിക്ക് കയറണം. അങ്ങനെ പിന്നെ തൊട്ട് പിന്നത്തെ ഇയറിൽ പറ്റിയില്ല. ആ ഓഡീഷൻ്റെ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. നെക്സ്റ്റ് ഇയറിൽ അപേക്ഷിച്ചു, ഓഡീഷൻസ് എല്ലാം പാസ്സായി, കിട്ടി. അത് കിട്ടിയത് 2009 സീസൺ 4. അപ്പോൾ അവിടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതേപോലെ നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടില്ല, അത്രയും റെസ്പെക്ട് ചെയ്യുന്ന കുറേ ജഡ്ജസ്. ആരൊക്കെയായിരുന്നു? ചിത്ര ചേച്ചി, ശരത് സാറ്, MG സാറ്, പിന്നെ എൻ്റെ എപ്പിസോഡിൽ ജഗദീഷ് സാറൊക്കെ ഉണ്ട്, അതായത് പുറത്തുനിന്നുള്ളൊരു. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഏത് പാട്ട് പാടിയപ്പോഴാണ്? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ഏത് പാട്ട് പാടിയപ്പോഴാണ്? ഫസ്റ്റ് സോങ് ആണ് അത്. പാതിരാവായി നേരം, വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമയിലെ പാതിരാവായി നേരം എന്നുള്ള പാട്ട്. അത് അതേ വേഷത്തിൽ തന്നെ ധാവണിയെ കൊടുത്ത് അങ്ങനെ തന്നെയാണ് പാടിയത്. അതിന് ഭയങ്കര കമന്റും ആയിരുന്നു, നല്ല മാർക്കും ആയിരുന്നു. ചിത്ര ചേച്ചിയൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു, കാരണം ഒരു പ്രത്യേക ബാക്കിയുള്ള സിംഗേഴ്സിനോട് തോന്നുന്ന ഒരു സമീപനമല്ല ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുക. ഒരു അമ്മയായിട്ടോ ഒരു ചേച്ചിയായിട്ടോ ഒരു ടി വിയിൽ മാത്രം കാണുന്ന ഒരാൾ ആണെങ്കിൽ കൂടെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഫീല് വേറെയാണ്. അപ്പം അങ്ങനെ ഒരാളെ നേരിട്ട് കാണുക, അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുക, ചേച്ചിയുടെ സജഷൻസ് നമ്മൾ പാടുമ്പോൾ ചേച്ചിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യമായിട്ട് ചേച്ചിനെ പരിചയപ്പെട്ടപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്? ചേച്ചി പറഞ്ഞിട്ടില്ല, എൻ്റെ പാടുന്നതിലുള്ള കറക്ഷൻസാണ്. അല്ല, എന്തോ ആയിക്കോട്ടെ, എങ്ങനെയായി നല്ല വോയിസ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കും അത് പേഴ്സണലി നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ വേണമല്ലോ. അപ്പം എനിക്കത് വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു നാക്ക്, അതായത് പല ടൈപ്പ് ജോണർ പാടുക എന്നുള്ളത്. അതായത് മെലഡി പാടുമ്പോൾ മെലഡി പാടുന്ന ഒരു ടോണിൽ പാടുക, അടിപൊളി പാടുമ്പം വോയിസ് ഒന്ന് ഹെഡ് വോയിസ് ആക്കിയിട്ട് ഒന്ന് ബോൾഡ് ആക്കിയിട്ട് ആ ഒരു സ്റ്റൈലിൽ പാടുക. അപ്പോൾ വോയിസ് ചേഞ്ച് ചെയ്ത് പാടുന്ന ഒരു കഴിവുണ്ട് എന്നുള്ളത് ചിത്രയേച്ചി എന്നോട് പറഞ്ഞിരുന്നു. ഒരു പാട്ട് പാടുന്ന ആളാണ് മറ്റേ സോങ് പാടുന്നത് എന്നുള്ളത് ആ ഒരു സെപ്പറേഷൻ അറിയില്ല. ഡിഫറെൻ്റ്ലി വോയിസ് കൾച്ചറെ മാറ്റിയിട്ട് പാടാനുള്ളൊരു കഴിവുണ്ട്. അതൊരു എല്ലാവർക്കും കിട്ടുന്നതല്ല, അത് ഭയങ്കര പ്ലസ് ആണ് എന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ ഓൺ വോയിസിന്ന് നമ്മൾ ഹൈ പിച്ചിലേക്ക് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾസ് വോയിസിലേക്ക് മാറ്റും. അപ്പോൾ ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺ വോയിസ് പാടിയിട്ട് അപ്പുറത്തെ വോയിസിലേക്ക് പോകുമ്പോൾ ആ സെപ്പറേഷൻ അറിയാൻ പറ്റും.
പക്ഷെ എനിക്ക് അങ്ങനെ അറിയുന്നില്ല. ഇതൊക്കെയാണ് ചേച്ചിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള എന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് ചേച്ചി പറഞ്ഞത്. അത് ഏത് പാട്ട് പാടിയപ്പോഴാ? ഇന്ന പാട്ട് എന്നുണ്ടോ? ഈ പാതിരാവായിൽ തന്നെ നിന്നിത്തലോടും തിന്നൽ കള്ളക്കൊഞ്ചലുമായി പമ്മി പതുങ്ങി വന്നു കിളിവാതിലൂടെ ഗോവണി താഴ്ത്തു വന്നേ ദാവണി സ്വപ്നം കണ്ടേ. നമ്മുടെ ഒറിജിനൽ വോയിസ് നിന്ന് അങ്ങോട്ടേക്ക് മാറുമ്പോൾ പിന്നെ തൊട്ടടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് റൗണ്ടായിരുന്നു. അപ്പം അതിൽ ദൂതു വരുമാ ദൂതു വരുമാ കാറ്റ് വരുമാ കലന്തു വിടുമാ ആ ഒരു സ്റ്റൈലിൽ പാടുന്ന പാട്ടാണ്. അപ്പം മെലഡിക് വോയിസ് കേട്ടിട്ട് പെട്ടെന്ന് അതേ ജഡ്ജസ് മറ്റേ ശബ്ദം കേൾക്കുമ്പോൾ ആ വോയിസ് കൾച്ചർ മാറ്റുക. പിന്നെ ഇതിൽ തന്നെ ഹൈപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഷിഫ്റ്റിംഗ് മനസ്സിലാവുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അത് ചേച്ചിയുടെ മനസ്സിലാക്കിയിട്ട് പാടിയതല്ല, പക്ഷെ അത് അങ്ങനെ എന്തോ ഈശ്വരാനുഗ്രഹം ചേച്ചിയെ പോലെ ഒരാളുടെ നാവിൽ നിന്ന് അത് കേൾക്കാൻ. പിന്നെ ഒരു കുറെ കറക്ഷൻസും പറഞ്ഞു. നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ചുണ്ടെങ്ങനെ പിടിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. आज खुश नसीब वो ही जिसमें बाहों में है कोई जान तंस हम जवा है तुम जवा है दिल जवा है धड़कने जवा हम जवा है तुम जवा है दिल जवा है धड़कने जवा झूम 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 बाबा झूम 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 बाबा झूम 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 बाबा തന്നിലൊരു കലാകാരി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാരാണ്? കലാകാരി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിന് 3 പേരെ എനിക്ക് പറയേണ്ടി വരും. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ആദ്യ ഗുരുവായിട്ടുള്ള ശ്യാമള ടീച്ചർ. കാരണം ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് എന്നെ പാടിപ്പിച്ചിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, മോളവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് ശ്യാമള ടീച്ചറാണ്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങി. 3-3.5 വയസ്സ് മുതൽ എഴുതാനൊക്കെ വായിക്കുന്നതിന് മുൻപേ പാട്ട് പഠനം തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂർ മങ്ങാട്ട് കെ നടേശൻ സാറ്, കേരളത്തിലെ തന്നെ ടോപ്പ് ആർട്ടിസ്റ്റാണ്. സാറിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റി. സാറിൻ്റെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളോടുള്ള മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡേ വേറെ. ഇത്രയും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാണ് മങ്ങാട്ട് കെ നടേശൻ സാറ്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയതോടുകൂടി ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഗായകരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ആരൊക്കെയായിട്ട് പാടിയിട്ടുണ്ട്? സ്റ്റേജിൽ പാടിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. പാടിയിട്ടുണ്ട്. ആരൊക്കെ ആയിട്ടാണ് പാടിയിട്ടുള്ളത്? ശരിക്കും ഐഡിയ സ്റ്റാർ സിംഗറിൽ വരുന്നത് മുതലല്ല. ഞാൻ എൻ്റെ 3 വയസ്സിലല്ല 3ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെയാണ്, മധു ബാലകൃഷ്ണൻ. അത് ശരി. മധുശന്റെ കൂടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ പാടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റുഡിയോ എങ്ങനെയാണ് എന്ന് കാണുന്നത് നമ്മുടെ ചാലക്കുടിക്കാരൻ കലാഭവൻ മണിച്ചേട്ടന്റെ ആൽബത്തിലാണ്. അയ്യപ്പനും വാവരും ശ്രീമുരുകനും എന്ന് പറഞ്ഞിട്ട് ഒരു CD ഉണ്ടായിരുന്നു. അതില് ചെറുതായിരുന്നു, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിലും പാടിയത്. അപ്പൊ ആ ഒരു ഏജ് മുതലേ നമുക്ക് ഈ ഒരു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേജിൽ പാടുക എന്ന് പറയുന്നതും ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ് ചെയ്യാന്ന് പറയുന്നത്. അത് രണ്ടും എനിക്ക് സെലിബ്രിറ്റീസിന്റെ കൂടെ ചെയ്യാൻ പറ്റി. അത് അന്ന് അവര് എന്താ സെലിബ്രിറ്റി ആണ് എന്നൊന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ അത് അന്ന് എനിക്ക് കിട്ടിയ എന്ത് വലിയ ഭാഗ്യമായിരുന്നു എന്ന് തോന്നി. തീർച്ചയായും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൂടൽമാണിക്യം അമ്പലത്തിൽ P. ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ 2-3 പ്രാവശ്യം പ്രോഗ്രാം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ആ പ്രായത്തിലും പിന്നെ കുറച്ച് വലുതായതിനു ശേഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചിത്ര ചേച്ചിയുടെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. ഏത് പാട്ടാ പാടിയത് അവിടെ? അന്ന് അവിടെ പാടിയത് അഞ്ജനശിലയിലാണ്. അത് ശരിക്കും ചിത്ര ചേച്ചി പാടിയ പാട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ കൂടെ അതിരുന്ന് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ചിങ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു സന്തോഷമായിരുന്നു ചേച്ചിയുടെ പാട്ട് ചേച്ചിയുടെ മുമ്പിൽ തന്നെ പാടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ചിത്ര ചേച്ചിനെ ഓർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സുജാത ചേച്ചി.
സുജാത ചേച്ചിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ മകരമഞ്ഞ് എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ച് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നപ്പോൾ അവരുള്ള വേദിയിൽ സുജാത ചേച്ചിയും ദാസേട്ടനും രമേശ് നാരായണൻ സാറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ അവരുടെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റി, സുജാത ചേച്ചീനെ പരിചയപ്പെടാൻ പറ്റി. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഹരായിട്ടുള്ള വിധു പ്രതാപ്, വിധു ചേട്ടൻ, മധു ചേട്ടൻ, ബിജു നാരായണൻ, ബിജു ചേട്ടൻ, അഫ്സലിക്ക, സുദീപേട്ടൻ, അതുപോലെ റിമി ചേച്ചി, ജോത്സ്ന ചേച്ചി, സിത്താര ചേച്ചി, എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും കൂടെ ഉള്ള വേദിയിൽ പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സാമി കറുപ്പത്താ, സാമി സേലയും കറുപ്പത്താ, நானும் கருப்புத்தா, கோயில கருப்புத்தா, என்ன ஆசைப்பட்டு கொஞ்சம் போது குத்துற மீச கருப்புத்தா, அழகு கருப்புத்தா, கருப்புத்தா எனக்கு பிடிச்ச கலரு, அவ கண்ணு ரெண்டும் என்ன மயக்க தௌசம் வாசு பவரு, கருப்புத்தா எனக்கும் பிடிச்ச கலரு. നമ്മുടെ കലയിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ സ്കൂളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കലയെ പ്രോത്സാഹിപ്പിച്ചത്? സ്കൂളിൽ ചെറിയ പ്രായത്തിൽ സപ്പോർട്ട് ചെയ്തവരെയൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അതറിയാത്ത പ്രായമായതുകൊണ്ടാണ്, അല്ലാതെ അവരോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ കുറച്ച് നമ്മൾക്കൊന്ന് അറിവായ സമയത്ത്, അതായത് SSLCൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതായത് സ്ട്രഗിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സാറാണ് ശങ്കരനാരായണൻ മാഷ്. അത് ഏത് സ്കൂളിലാണ്? കൊടകര ഗേൾസ് സ്കൂളിൽ. അപ്പം സാറ് ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് പഴയ പോലത്തെ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോകുമ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു തരിക. പിന്നെ ക്ലാസ് കട്ട് ചെയ്താലും സാറ് തന്നെ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് എടുത്ത് തന്ന്, ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കും മാഷിന്റെ സബ്ജക്റ്റിന് തന്നെയാണ്. പിന്നെ മാഷ് പഠിപ്പിക്കുന്ന രീതി, അത് മാഷിന്റെ പേരെന്താ? ശങ്കരനാരായണ മാഷ്. മാഷ് പഠിപ്പിക്കുന്ന രീതിയും ശരിക്കും ഞാനത് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഒരു ടോപ്പിക്കിനെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥകളിൽ കൂടെ വന്നിട്ട് ആ ടോപ്പിക്കിലേക്ക് എത്തിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ സംബന്ധിച്ച് ആ ഒരു സബ്ജക്റ്റിൻ്റെ എല്ലാ ആംഗിളും മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി അത് പഠിക്കും. അത് മ്യൂസിക് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. പിന്നെ ശരിക്കും എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള 2-3 കാര്യങ്ങളാണ് കഥകളി സംഗീതം, അഷ്ടപതി, അതുപോലെ സംസ്കൃതമായിട്ടുള്ള കാര്യങ്ങൾ, സംസ്കൃത ഭാഷയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. ശങ്കരനാരായണ മാഷ് സംസ്കൃത ടീച്ചറാണ്. അപ്പോൾ സംസ്കൃത ഭാഷയിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ് ഉച്ചാരണം. അതേപോലെ എനിക്ക് പണ്ട് എന്നെ തന്നെ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അപ്പോൾ സംസ്കൃതം പഠിച്ചതിലൂടെ ഒരുപാട് പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ ആ കാലഘട്ടത്തിലാണ്, അതായത് ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് ഞാൻ കണ്ടിന്യൂസ്ലി കഥകളി സംഗീതത്തിന് സ്റ്റേറ്റ് ലെവലിൽ ഒരു 6-7 കൊല്ലം ഞാൻ തന്നെയായിരുന്നു വിന്നറായിരുന്നത്. അപ്പം അത് പാടുന്ന സ്റ്റൈലേ വേറെയാണ്. അതിൻ്റെ ഒരു 2 പരിപാടിയാണ്. കലാനിലയ ഹരിദാസ് സാറാണ് എന്നെ കഥകളി സംഗീതം പഠിപ്പിച്ചത്, കഥകളി സംഗീതം അഷ്ടപതിയും പഠിപ്പിച്ചത്. വസ്ത്രം പത്രികൾ കൊണ്ടുപോ ദിവി മറഞ്ഞപ്പോ അവസ്ഥ നിജം. ഏത് സ്കൂളിലാണ് വർഷം പഠിച്ചത്? ഞാൻ LP വരെ ഇവിടെ പേരാമ്പ്ര LP സ്കൂളിൽ, സെൻറ്റ് ആൻ്റണീസ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ കൊടകര ഗേൾസ് സ്കൂളിൽ SLC വരെ പഠിച്ചു. പിന്നെ +1 +2 ചാലക്കുടി ബോയ്സിൽ പഠിച്ചു. പിന്നെ +2-ന് ശേഷം മ്യൂസിക് മെയിനായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ BA MA തിരുവനന്തപുരം വിമൻസ് കോളേജിൽ വഴുതക്കാട്, അവിടെയാണ് ഡിഗ്രിയും PGയും ചെയ്തത്. ഭാഗ്യവശാൽ ഡിഗ്രിക്ക് 3rd റാങ്കും PGക്ക് 1st റാങ്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്
MPhil മ്യൂസിക് ചെയ്തു. നമ്മുടെ ശ്രീ ശങ്കരാചാര്യ കാലടി കോളേജിൽ MPhil മ്യൂസിക് പഠിച്ചു. പിന്നെ ഒന്ന് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് MPhil കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത ഭാഗത്തിന് തന്നെ കിട്ടി. ആദ്യമായിട്ട് അമൃത വിദ്യാലയം അയ്യന്തോളിലാണ് കിട്ടിയത്. പിന്നെ അവിടുന്ന് SSAൻ്റെ സർവശിക്ഷാ അഭിയാൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ കോൺട്രാക്ട് ബേസിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കിട്ടി. പിന്നെ അങ്ങനെ പോയി. ഇപ്പോൾ കലാരംഗത്ത് വന്നിട്ട് ഇത്രയും വർഷമായി, എന്താണ് കലാരംഗത്തിനുള്ള ഒരു ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞാൽ അതെന്താണ്? എല്ലാവരെയും പോലെ തന്നെ ലൈം ലൈറ്റിൽ അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണം. മ്യൂസിക് ഫീൽഡിൽ ഏത് ജോണറാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. കാരണം ജോബ് സാറ്റിസ്ഫാക്ഷൻ അത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആസ്വദിച്ച് ആ കാര്യത്തെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് പാടുക ആയിക്കോട്ടെ, പാട്ട് പഠിപ്പിക്കുക ആയിക്കോട്ടെ, സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഏതായാലും മ്യൂസിക് ഫീൽഡിൽ ഉണ്ടാവണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതേപോലെ തന്നെ ഫിലിമിൽ പാടുക, ചാനൽസിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വർഷം ഏതെങ്കിലും സിനിമയിൽ പാടിയിട്ടുണ്ടോ? സിനിമയിൽ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതും നമ്മുടെ ചാലക്കുടിക്കാരൻ കലാഭവൻ മണിച്ചേട്ടൻ്റെ അനിയൻ കണ്ണേട്ടനും കൂടിയിട്ട് അഭിനയിച്ചിട്ടുള്ള ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണേട്ടൻ. അങ്ങനെ പറഞ്ഞാലാണ് നമുക്കൊക്കെ അറിയാം. രാമകൃഷ്ണേട്ടനും കൂടിയിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ഫിലിമാണ് ക്യാൻവാസ് എന്നാണ് സിനിമേൻ്റെ പേര്. അത് റിലീസായോ? അത് റിലീസായിട്ട് കുറച്ചായി, കൊറോണയ്ക്കൊക്കെ മുമ്പ് ചെയ്ത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അതിൻ്റെ, ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 113 എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു മലയാളം യുഗ്മഗാനം ഡ്യുവറ്റ് സോങ് പാടി. പിന്നെ ഒരു തമിഴ് സോങ്ങും പാടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഈ പാടിയ പാട്ടുകൾ ഏതൊക്കെയാണ്? ആ സിനിമയിൽ പാടിയ പാട്ടുകൾ 113 പാടിയത് ഇളം കാറ്റു കാതിൽ മൊഴിഞ്ഞ പോലെ പുലർമഞ്ഞു പൂവിൽ തൊടുന്ന പോലെ. ഐഡിയ സ്റ്റാർ സിംഗറിൽ വർഷം ലാസ്റ്റ് പാടിയ പാട്ട് ഏതാണ്? ഞാൻ നമ്മൾ ഔട്ടായത് ഏത് പാട്ട് പാടിയപ്പോഴാണ്? ഔട്ടായ സ്റ്റേജിൽ ഇനിയുറങ്ങൂ എന്നുള്ളൊരു മെലഡി ഉണ്ടായിരുന്നു. പിന്നെ ഘനശ്യാമ ബൃന്ദാരണ്യം എന്നുള്ളൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഞാനും സീന എന്ന് പറഞ്ഞൊരു ചേച്ചിയും കൂടെ പാടിയതാണ്. അതിന് രണ്ടിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഡേഞ്ചർ സോണിൽ വന്നെങ്കിലും ഡേഞ്ചർ സോണിൽ ഹയസ്റ്റ് മാർക്കായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ വോട്ടിംഗ് കുറെ ഈ വോട്ടിംഗ് ആണ് ഒരു വിഷയം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പോയി. പക്ഷെ എനിക്ക് എന്നെ കരയിക്കാൻ ഒരുപാട് നോക്കിയിരുന്നു. കാരണം അതൊരു എപ്പിസോഡാണല്ലോ. പക്ഷെ കരഞ്ഞില്ല. ഏത് പാട്ടായിരുന്നു ആ പാട്ടൊന്ന് രണ്ടുപേര് പാടിയേ? ഏതാണ് ലാസ്റ്റ് അവിടെ പാടിയ ലാസ്റ്റ് പാട്ട്? ഡേഞ്ചർ സോണിൽ പാടിയതാണ്. എന്നാ ആയിക്കോട്ടെ. നമ്പിക്കை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு ஒரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போக்களமே. കുറച്ച് നാള് കരാട്ടെ ഒരു മെന്റൽ സ്ട്രെങ്ത്തിന് വേണ്ടിട്ട് കോളേജിലുണ്ടായിരുന്നു. സൂക്ഷിക്കണം. എങ്ങനെ ആരെങ്കിലും ഒരാൾ വന്ന് നേരിടാനൊക്കെ പറ്റും? അതൊന്നും കുഴപ്പമില്ല. പറ്റും. ആദ്യത്തെ അടിയില് അവൻ വീഴണം. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടാവുമല്ലോ, നമ്മുടെ കലയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, അതാരാണ്?